നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന UP സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അയൺ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ. അപ്പോൾ ഇവിടെ ചേർക്കേണ്ട ആർട്ടിക്കിൾ എ ആണ്. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. യു കണ്ടുകൊണ്ട് അവിടെ ആൻ ചേർക്കരുത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ചാണ് നമ്മൾ എ ഓർ ആൻ അതിന് മുൻപേ ചേർക്കുന്നത്. ഇപ്പോൾ ആൻ അംബ്രല്ല എന്ന് പറയും. അപ്പോൾ അംബ്രല്ല UM ആണ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് അംബ്രല്ല ആയാണ്. ആ സൗണ്ട് അനുസരിച്ചാണ് എ ഓർ ആൻ ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റീരിയൽ. യു ആണെങ്കിലും ആ യുവിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ്ലി ആയിട്ട് അവർ പറയുന്നത് YU ആ ഒരു രീതിയിൽ വരുന്ന ഒരു പ്രൊനൗൺസിയേഷനാണ്. നമ്മളത് സാധാരണ യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ യു പോലെ നമ്മൾ പറയുന്നെങ്കിലും ആക്ച്വലി അതൊരു Y സൗണ്ടിലുള്ളൊരു പ്രൊനൗൺസിയേഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എ ആണ് ചേർക്കേണ്ടത്. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേഷ്യൻ്റ് ഡാഷ് ഡൈ ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങൾ പാസ്റ്റിലെ തന്നിട്ടുണ്ട്. ദ പേഷ്യൻ്റ് ഡൈഡ്, ദ ഡോക്ടർ അറൈവ്ഡ്. രണ്ട് കാര്യങ്ങളുണ്ട്. അതിനെയാണ് ബിഫോർ വെച്ച് ജോയിൻ ചെയ്തേക്കുന്നത്. ദ പേഷ്യൻ്റ്, ഡോക്ടർ വരുന്നതിന് മുൻപേ പേഷ്യൻ്റ് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്നു, പേഷ്യൻ്റ് മരണപ്പെടുകയും ചെയ്തു. ഇതിലേതാണ് ആദ്യം നടന്നത്? പേഷ്യൻ്റ് മരണപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. രണ്ട് സംഭവങ്ങൾ പാസ്റ്റിലെ പറയുമ്പോൾ അതിലാദ്യം നടന്നതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതാണ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഡൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൈഡ്, ഇങ്ങനെയാണ് പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഹാഡ് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ കൂടെയാണ് ഈ ഹാഡും കൂടെ ചേർക്കണം. എങ്കിലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായിട്ടത് മാറത്തുള്ളൂ. അപ്പോൾ ഒന്നും കൂടി പറയാം. രണ്ട് സംഭവങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ അതിലാദ്യം നടന്നതിൻ്റെ കൂടെ വേണം പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് ചേർത്ത് പറയാം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. അപ്പോൾ ഡോക്ടർ വരുന്നതിന് മുൻപേ പേഷ്യൻ്റ് മരണപ്പെട്ടു. അപ്പോൾ ആ പേഷ്യൻ്റ് മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂടെയാണ് ഹാഡ് ചേർക്കേണ്ടത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയ്തർ ഓഫ് ദ ടു സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് എലിജിബിൾ ഫോർ കോമ്പറ്റീഷൻസ് ഹെൽഡ് യെസ്റ്റർഡേ. നൈദർ ഓഫ് വരുമ്പോഴത്തേക്കും അവിടെ നൈദർ ഓഫ് ദ ടു സ്റ്റുഡൻസ് കഴിഞ്ഞ് സിംഗുലർ വേണം. സിംഗുലർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് പ്രകാരം സിംഗുലർ. നൈദർ ഓഫ് ദ ടു സ്റ്റുഡൻസ് വാസ്. കാരണം നൈദർ ഓഫ് എന്നാണ് വരുമ്പോൾ. നൈദർ ഓഫ്, ഈച്ച് ഓഫ്, ഇതിനൊക്കെയുള്ളത് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ഇപ്പോൾ പറഞ്ഞു. നൈദർ ഓഫ് ദ ടു സ്റ്റുഡൻസ് വാസ്, സിംഗുലർ വേണം. സ്റ്റുഡൻസ് കണ്ടുകൊണ്ട് പ്ലൂറൽ ആക്കരുത്, സിംഗുലറാണ്. വാസ് ഫൗണ്ട് എലിജിബിൾ ഫോർ ദ കോമ്പറ്റീഷൻസ് ഹെൽഡ് യെസ്റ്റർഡേ. The result will be declared dash a week. The result will be declared ഇവിടെ വിത്തിൻ, ഒരാഴ്ചയ്ക്കകം ആ അർത്ഥമാണ്. The result will be declared within a week. ഇത് യൂഷ്വലി പറയാറുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ വിത്തിൻ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഡാഷ് യുവർ സിബ്ലിങ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. ഡാഷ് യുവർ സിബ്ലിങ്സ് സ്പീക്ക്. അപ്പം അവിടെ ചേർത്ത് നോക്കുമ്പോൾ ഹൗ ഒരിക്കലും വരില്ല, ഹാവ് യുവർ സിബ്ലിങ്സ് സ്പീക്ക് വരില്ല. പിന്നെ ഡസ് ഓർ ഡൂവിൽ ഡൗട്ട് വരേണ്ട, ഡു ആണ്. കാരണം സിബ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലൂറൽ പറയുമ്പോൾ ഡു യുവർ സിബ്ലിങ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? യെസ്, മൈ സിബ്ലിങ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ സ്പീക്ക്. ഡസ് വരുന്ന എപ്പോഴും ഡസ് യുവർ സിബ്ലിങ് സ്പീക്ക്. ഇപ്പോൾ സിബ്ലിങ്സ് ആൻഡ് ഡു യുവർ സിബ്ലിങ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ഡാഷ് ദ സ്ട്രൈക്ക്. അപ്പോൾ ഇവിടെ ഫ്രേസൽ വെർബാണ്.
ദ സ്റ്റുഡൻസ് അവിടെ സ്ട്രൈക്ക് ക്യാൻസൽ ചെയ്തു എന്നർത്ഥമാണ്. അപ്പോൾ ദ സ്റ്റുഡൻസ് കോൾഡ് ഓഫ്. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽഡ്. ക്യാൻസൽഡ് എന്നാണ് അർത്ഥം. ക്യാൻസൽഡ് ദ സ്ട്രൈക്ക്. ഇനി പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അതായത് ഫയറൊക്കെ വന്ന് കെടുത്തുമ്പോൾ അതിനെ പറയുന്നതാണ് പുട്ട് ഔട്ട് ദ ഫയർ, എക്സ്റ്റിങ്ക്യൂഷ്. പിന്നെ വെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ്. വെൻഡ് ഓഫിന് 1-2 മീനിങ് വരും. കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോഡിലാണ് അത് കാണാറുള്ളത്. വെൻഡ് ഓഫ്, ഗോ ഓഫ്, എക്സ്പ്ലോഡ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ വെൻഡ് ഓഫ് ഉപയോഗിക്കുക. വെൻഡ് ഓഫ് എന്നാണ് പറയുന്നത്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, ഡ്രസ്സൊക്കെ, പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പം പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് എന്നൊക്കെയുള്ളത് പുട്ട് ഓൺ, വെയർ. ഇതാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, കോൾഡ് ഓഫ് ദ സ്റ്റുഡൻസ്, കോൾഡ് ഓഫ് ദ സ്ട്രൈക്ക്. നെക്സ്റ്റ്, they had a thorough study of the textbook that they left no stone unturned. Leave no stone unturned എന്നൊക്കെ പറയുന്നത് ഒന്നുപോലും ബാക്കി വയ്ക്കാതെ എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ നല്ല തറവായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അപ്പൻ്റെ അർത്ഥം. They had a thorough study of the textbook that they left no stone unturned. ഒരു ബുക്കിൻ്റെ മുക്കും മൂലയും എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് ഇവിടെ ഒരു മാർക്ക് പോലും പോകത്തില്ല എന്ന രീതിയിൽ നല്ല തറവായിട്ട് പഠിച്ചു എന്ന അർത്ഥം വരുന്നതാണ്. They had a thorough study of the textbook that they left no stone unturned. Option D. Next question. Read the following passage and answer the questions 89 to 90. Nature is beautiful and vast to define. In various religious rituals, nature is worshipped. The natural elements present on the earth are the main source of life. All elements are interrelated with each other. Therefore, there is no substitute for natural elements. In the fast-growing world, humans process natural elements for their use. But the rawness and originality only come from nature. Nature is affected by human activities and thus nature is losing its quality. Air pollution and water pollution are the main source of nature's depletion. The single fully grown trees produce oxygen sufficient enough for 10 people. What is the drawback of processing natural elements? ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. The rawness and originality of the natural elements will be lost. ബാക്കി ഓപ്ഷൻസ് ഒന്നും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരില്ല. നാച്ചുറൽ എലമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ റോനെസ്സും അതിൻ്റെ ഒറിജിനാലിറ്റിയും നഷ്ടപ്പെടുന്നു. അപ്പോൾ അതാണ് അവിടെ ഓപ്ഷൻ ഡി. Pick out a word from the passage which means reduction in the number or quantity of something. കുറയുക എന്നുള്ളതിൻ്റെ വരുന്ന ആ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഡിപ്ലീഷൻ നമ്മളിപ്പം വായിച്ചതിനകത്തും ഉണ്ടായിരുന്നു. ഡിപ്ലീഷൻ, സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ തികയ, സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, കുറയുക. റോനെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ ആയിട്ടുള്ള ആ സ്വതവേ ഉള്ള ആ ഒരു സ്റ്റേറ്റ്. ഡിപ്ലീഷൻ ഇവിടെ അതെവിടെയാണിത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നേച്ചേഴ്സ് ഡിപ്ലീഷൻ ഈ വേർഡാണ് കൊടുത്തേക്കുന്നത്. ഡിപ്ലീഷൻ അതായത് റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓർ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് നേച്ചർ ലോസ് ഇറ്റ്സ് ക്വാളിറ്റി? ബൈ ഹ്യൂമൺ ആക്ടിവിറ്റീസ്. പാസേജിൽ തന്നെയുണ്ട്, ബൈ ഹ്യൂമൺ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്